ബജറ്റ് ഇൻ ബ്രീഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുകൂടെ പിന്നെ നിങ്ങൾ നോക്കാൻ പോകുന്നതായിരിക്കും. റവന്യൂ റെസീറ്റ്സ് 1,82,972 കോടി രൂപ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്പ്ലിറ്റപ്പ് ഉണ്ട്. ക്യാപിറ്റൽ റെസീറ്റ്സ് ബേസിക്കലി ബോറോയിങ് ആണ്. എല്ലാം കൂടി വരുമ്പം 56,935 കോടി രൂപ വരും എന്നാണ് എക്സ്പെക്റ്റേഷൻ. പിന്നീട് ടോട്ടൽ റെസീറ്റ്സ് അങ്ങനെ വരുമ്പം 2,39,907 കോടി രൂപ വരും. കേരളത്തിൽ ഹ്യൂജ് സൈസാണ്. 2 ലക്ഷം ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്തെങ്കിൽ 2,39,000. എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡ് നോക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അത് തന്നെയായിരിക്കും. കാരണം 2,39,907 കോടി രൂപ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ 2 ട്രില്യൺ എന്ന ആശയം പറഞ്ഞതാണ്. ഇപ്രാവശ്യം അതിൽ നിന്ന് മേളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകം, നമ്മുടെ ഓരോ മേഖലയിലും ഉള്ള വരുമാനവും അതിൻ്റെ ഭാഗമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഇതിനകത്ത് കാണാം ഉണ്ട്. ഈ എഫക്റ്റീവായിട്ടുള്ള മൂലധന ചെലവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 30,961. എഫക്റ്റീവായിട്ട് എന്ന് പറയുന്ന കാര്യം കിഫ്ബിയും മറ്റും ചിലവാക്കുന്നത് സാധാരണ നമ്മുടെ പ്ലാനിനകത്ത് വരുന്നതല്ല. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ പ്ലാനിന് ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലൊരു വളരെ നല്ല തരത്തിലേക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം മൂലധന ചെലവ് ഒരു സംസ്ഥാനത്തിൻ്റെയോ എക്കണോമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മൂലധനം ചെലവുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഇതിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം വിഴിഞ്ഞത്തിന് 5,000 കോടി 4,000 കോടി നമ്മൾ ഇതുവരെ ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ തുറമുഖം ഉണ്ടാവില്ല, അത്ര എംപ്ലോയ്മെൻ്റ് ഉണ്ട്. പക്ഷേ മൂലധന ചെലവ്, എഫക്റ്റീവായ മൂലധന ചെലവിൻ്റെ കാര്യത്തിനകത്ത് അങ്ങനെ കണക്കുണ്ട്. റവന്യൂ കമ്മി 34,587 കോടി രൂപയാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 2.12% ആണ്. ധനക്കമ്മി 3.4% ആണ്. അതായത് 55,420 എന്ന് പറഞ്ഞാൽ ആഭ്യന്തര GSDP-യുടെ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 3.5 വരെ ആവാം. ഇപ്രാവശ്യം 3.5 വരെ ആവാം. 3.4 ആണ്. അങ്ങനെ കണക്കുകളുടെ നോട്ടത്തിൽ റവന്യൂ വരുമാനത്തിൻ്റെ കാര്യത്തിലും തനത് വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള വർധനകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലം കൂടി ഞാൻ പറയാം. ഈ വർഷം ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ്, 16th ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ഇപ്പോൾ വരും. ഓൾറെഡി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അവർ പ്ലേസ് ചെയ്തില്ല, ഇത് ടേബിൾ വെച്ചിട്ടില്ല പാർലമെൻറ്റിൻ്റെ. ഇപ്പോൾ വെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ എല്ലാ ഫിനാൻസ് കമ്മീഷൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റും ബെനിഫിറ്റും വരും. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ്റെയും കൂടി വരുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട സ്ഥിതി വരും. അപ്പോൾ ഇതും എല്ലാ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവിലെ സാമ്പത്തിക യാഡ്സ്റ്റിക്കിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ പിന്നെ GSDP എന്നുള്ള ആകെ കടപ്രതി ആയാലും നമ്മുടെ പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയാലും റവന്യൂ ഡെഫിസിറ്റ് ആയാലും ഒക്കെ കൺട്രോളിൽ തന്നെയാണ് പോകുന്നത്. കുറച്ചുകൂടി നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് കൺട്രോളിൽ പോകുന്നു. അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ന് ബഡ്ജറ്റിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യമുണ്ട്. സാധാരണഗതിയിൽ 6 ലക്ഷം കോടിയിലേക്ക് ടോട്ടൽ ബോറോയിങ് എത്തേണ്ടതാണ്. കഴിഞ്ഞ 30 വർഷത്തെയോ 40 വർഷത്തെയോ കണക്ക് വെച്ച് നോക്കും. പക്ഷേ നമ്മുടെ ബോറോയിങ് 4,80,000-ലേക്ക് എത്തുന്നുള്ളൂ. ചെറിയ ഷാർപ്പ് ഡിക്ലൈൻ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് ആണ് പൊതുവായ പശ്ചാത്തലം. നമ്മുടെ തനത് വരുമാനം, നികുതിയേതര വരുമാനം, ഇതാദ്യമായിട്ട് 1 ലക്ഷം കോടി കവർ ചെയ്യും ഈ വരുന്ന വർഷം. അപ്പോൾ അതും അങ്ങനെയുള്ള ഓരോ യാഡ്സ്റ്റിക്കിലും നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ പറയുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ധാരാളം മേഖലകളിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ മേഖലയിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കണ്ട് ധനകാര്യമന്ത്രിമാരെ വിളിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഈ പ്രതിരോധ ഉപകരണങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പിന്നെ വ്യവസായ സമുച്ചയത്തിൻ്റെ സാധ്യതയുള്ളത്. വിഴിഞ്ഞം കൂടി വന്നതോടുകൂടി ഈ നാവികസേനയുടെ ഉൾപ്പെടെ എയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നീട് റെയർ എർത്തിൻ്റെ കാര്യത്തിനകത്ത് ഇതിനെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ. റെയർ എർത്തിൻ്റെ, കേരളത്തിലെ റെയർ എർത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ റെയർ എർത്ത് ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. ലോകത്ത് ഈ മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്ന റെയർ എർത്ത് വളരെ കുറവാണ്. മാഗ്നറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ പോലും ചൈനയിൽ നിന്ന് മാഗ്നറ്റ് കിട്ടിയില്ലെങ്കിൽ ഇലക്ട്രോണിക്, പ്രധാനമായിട്ട് EV വ്യവസായം, മറ്റു വ്യവസായങ്ങൾക്കൊക്കെയുള്ള സാധനങ്ങൾ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മാഗ്നറ്റ് അവിടെ നിന്ന് കിട്ടും. മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ റെയർ എർത്ത്. അപ്പോൾ ആ മേഖലയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് മാത്രമല്ല, കുറേയേറെ ആ അനുബന്ധമായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഏറ്റവും
നമ്മുടെ സാധാരണക്കാരായ ഗ്രാമീണ ഇപ്പോൾ പഴയ പരമ്പരാഗത വ്യവസായം പലതും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്ന ജോലികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ പൊതു ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്രാവശ്യം ഏതാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ റിസ്ക് എടുത്തിട്ട് 1000 കോടി രൂപയാണ് തൊഴിലുറപ്പിന് വേണ്ടി മാറ്റി വെച്ചത്. കാരണം മൊത്തം സെൻറ്റർ കൊടുക്കേണ്ടതാണ്, കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ലക്ഷക്കണക്കിന് തൊഴിലാളി വർക്ക് ചെയ്യുന്ന 8 കോടി 9 കോടി തൊഴിൽ ദിനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നൊരു മേഖലയിൽ ഒറ്റയടിക്ക് അവരില്ലാതെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ വല്ലാതെ ദാരിദ്ര്യം വരും. കേരളം പോലല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പട്ടിണിയും മരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നല്ലേ ഞങ്ങൾ വലിയ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് 1000 കോടി രൂപയാണ് അധികമായിട്ട് അനുവദിച്ചത്. ഏറ്റവും വലിയ കാര്യം ഏതാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വെച്ച 1000 രൂപ തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാ മേഖലയിലും പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ അത് സാധാരണ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സെൻറ്ററിൻ്റെ ആ നയത്തിന് ശേഷം ഇത് കൂടാതെ നമ്മുടെ സാധാരണ ഇപ്പം ആശ, അംഗൻവാടി, പിന്നെ മറ്റ് പ്രീ പ്രൈമറി, സ്കൂൾ പാചക തൊഴിലാളി, സാക്ഷരതാ പ്രേരകർ, ഇങ്ങനെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ. അവർക്ക് നേരത്തെ നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ബഡ്ജറ്റിൽ ഒരു പരിഷ്കരണം കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ നവംബർ മാസം മുതലാണ് വീണ്ടും ഒരു പരിഷ്കരണം കൊടുത്തത്. ഇപ്പോൾ ആ സെക്ഷനല്ല വീണ്ടും ഒരു പരിഷ്കരണം കൂടി കൊടുത്തു. കാരണം പണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി പണം കൊടുക്കേണ്ടതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് 12 വർഷമായിട്ട് സ്കീം വർക്കേഴ്സിന് 1 രൂപ കൂട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഈ സ്കീം വർക്കേഴ്സിന് 18 വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടിയില്ല, കൂട്ടണമെന്നാണ്. ഏതായാലും അത് വന്നിട്ടില്ല. നമ്മളെന്തായാലും അന്ന് അത്രയും പണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ മേഖലയിലെല്ലാം പിന്നീട് ക്യാൻസർ പെൻഷൻ അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു ലോങ് പെൻഡിങ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പത്രപ്രവർത്തകരെല്ലാവരും പറയുന്നതായിരുന്നു. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ് അതുപോലുള്ള കാര്യങ്ങളിലുള്ള വർദ്ധിച്ചിട്ടുണ്ട്.